പത്തനംതിട്ടയിൽ ഒരു അപകടം സംഭവിച്ചിട്ടുണ്ടെന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ പന്തളത്തിന് സമീപം കൂരമ്പാലയിലാണ് KSRTC ബസ്സിലേക്ക് ഒരു കാർ ഇടിച്ചു കയറുകയായിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. രണ്ടുപേർക്ക് ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട്. വിവരങ്ങളുമായി സുജു നമ്മളോടൊപ്പം ചേരുകയാണ്. സുജു ചേരുന്നതിന് മുൻപ് അവിടെ ഉണ്ടായിരുന്ന ചില ആളുകളുടെ വാക്കുകൾ നമുക്കൊന്ന് കേൾക്കാം. അതിനുശേഷം സുജുവിലേക്ക് പോകാം. ഞാൻ പന്തളത്തു നിന്ന് ഇങ്ങോട്ട് വരുന്നു. ഇവർ ഈ കൂരമ്പാലിൽ ഇങ്ങോട്ട് വരുന്നു. നേരെ വന്ന് ഇടിച്ചാൽ കയറുമായിരുന്നു. അല്ല ഉറങ്ങിപ്പോയതായിരിക്കും, നമുക്ക് അറിയത്തില്ല. അതാണ് സംഭവിച്ചത്. നിമിഷമായിരം കൊണ്ടേ അവർ സ്പീഡ് വന്ന് കയറണം. അവർ നേരത്തെ ഒരു ടൂറിസ്റ്റ് ബസ്സിനെ ഓവർടേക്ക് ചെയ്ത് കയറി വന്നതാണ് ടൂറിസ്റ്റ് ബസ്സിൻ്റെ ഡ്രൈവർ പറഞ്ഞായിരുന്നു. പുള്ളിയുടെ നമ്പർ ഞാൻ മേടിച്ചിട്ടുണ്ട്. വന്ന് കയറി ഞാൻ കണ്ടില്ല, ഇത്രയും ഒതുക്കി ഇങ്ങനെ ഒക്കെയായിരുന്നു. വന്ന് കയറി എന്നെ ചെയ്യാനാ. വണ്ടി ബസ് അവിടുന്ന് വന്നാ, കാറ് ഇവിടുന്ന് ഇങ്ങോട്ടും വന്ന് ഇടിച്ച് തിരിഞ്ഞു പോയതാ. വണ്ടീൻ്റെ ഫ്രണ്ടിൽ വന്ന് ഇടിച്ചിട്ടേ കാർ തിരിഞ്ഞു പോയതാ. ഫ്രണ്ടിൽ 2 പേരേ ഉള്ളൂ. അന്നേരം കൊണ്ടുപോയി. അല്ലല്ല, ഓട്ടോയിലെ കൊണ്ടുപോയി. സുജു കൂടി നമ്മളോടൊപ്പം ചേരുകയാണ്. സുജു, എങ്ങനെയാണ് ഈ അപകടം സംഭവിച്ചത്? പരിക്കേറ്റവരുടെ ആരോഗ്യസ്ഥിതി ഇപ്പോൾ എങ്ങനെയാണ്? എന്താണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യങ്ങൾ? മനു, ആ പ്രതികരണങ്ങളിൽ KSRTC ബസ് ഡ്രൈവറുടെ പ്രതികരണം ഉണ്ടായിരുന്നു. അത് നമ്മൾ പ്ലേ ചെയ്തില്ല. അതിനാൽ കൃത്യമായി ഡ്രൈവർ ഇതിൻ്റെ കാര്യം പറയുന്നുണ്ട്. ആ ഡ്രൈവർ പറയുന്ന ഒരു കാരണമായി ചൂണ്ടിക്കാട്ടുന്നത്, അതായത് ഈ വാഹനം കൊട്ടാരക്കരയ്ക്ക് പോകുന്ന KSRTC ബസ്സും എതിർവശത്ത് വന്ന കാറുമായിട്ടാണ്. കാറ് KSRTC ബസ്സിലേക്ക് വന്ന് ഇടിച്ച് കയറുകയായിരുന്നു. അതായത് KSRTC ഡ്രൈവർ പറയുന്നത് ഒരു ടൂറിസ്റ്റ് വാഹനത്തെ ഓവർടേക്ക് ചെയ്തു വന്ന കാറാണ്. അവർ വളരെ പെട്ടെന്ന് ഈ ബസ്സിലേക്ക് ഇടിച്ച് കയറുന്നു. ഇത് ഡ്രൈവർമാർ ഈ കാറിന് ഡ്രൈവർ ഉറങ്ങിപ്പോയതാകാം എന്നാണ് KSRTC ബസ് ഡ്രൈവർ പറയുന്നത്. രാവിലെ 6:30 കൂടിയാണ് MC റോഡിൽ അപകടമുണ്ടാകുന്നത്. വാഹനത്തിന്റെ മുൻഭാഗം പൂർണ്ണമായി തകർന്നിട്ടുണ്ട്. ഈ വാഹനത്തിൽ യാത്ര ചെയ്യുന്ന ആളുകൾ അവർ മാവേലിക്കര ഇറുവങ്കര സ്വദേശികളാണ്. ഇതിൽ 2 പേർക്കും പരിക്കേറ്റിരിക്കുന്നത് വിഷ്ണു, സന്ദീപ് എന്നിവരായിരുന്നു. ഇവരെ ഉടൻ തന്നെ പന്തളത്ത് സ്വകാര്യ ആശുപത്രിയിലേക്ക് എത്തിച്ചിട്ടുണ്ട്. ഉടൻ തന്നെ മറ്റ് ആവശ്യമെങ്കിൽ വിദഗ്ധ ചികിത്സയ്ക്കായി മെഡിക്കൽ കോളേജ് ഉൾപ്പെടെയൊക്കെ മാറ്റുന്ന കാര്യത്തിലും മാറ്റുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഇരുവരും തിരുവനന്തപുരം എയർപോർട്ടിൽ പോയിട്ട് തിരികെ വരുന്ന സമയത്താണ് അപകടമുണ്ടായെന്നാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത്. ശരി, സുജുവാണ് വിവരങ്ങൾ നമുക്ക് നൽകിയത്. ഒരു അപകടവും അതിനിടയിൽ അവിടെ സംഭവിച്ചിരിക്കുന്ന വിവരങ്ങളാണ് സുജു നമുക്ക് നൽകിയത്.